ഹാപ്പി ഓണം ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഓണാശംസകൾ കേട്ടോ. ഇന്ന് നമുക്ക് ഈ ഓണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എന്താണ് മുസ കാര്യം? ചുട്ടുമണിയുടെ ചുട്ടുമണി വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഓണാഘോഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കാന്ന് വിചാരിച്ചു അല്ലേ നമ്മൾ. അപ്പൊ നമ്മള് രാവിലെ തന്നെ പൂക്കളത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗായ്സ് ഇവിടെ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് തന്നെ കുത്തിപ്പൊക്കിയിട്ടാണ് ഇവിടെ ഈ പരിപാടികളൊക്കെ ഇവിടെ ഒപ്പിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് പോയിപ്പോ അറിഞ്ഞോണ്ടിരിക്കണേ? റോസാപ്പൂ മല തരാം, റോട്ടറിക്കിൽ വീട് തരാം, എന്റെ കൂടെ പോരുമോ നീ റോസമ്മേ. ഓൾറെഡി ഇവിടെ എന്റെ പോവാണ്. അവൻ എണീറ്റിട്ടില്ല, അവൻ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങളപ്പോ ഇവിടെ പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് അവനെ വിളിക്കാന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പൊ ഞാനും കൂടി അമ്മക്കൂട്ടിനെ ഒന്ന് സഹായിക്കട്ടെ ഗൈസ്. ആ ഒറ്റക്ക് പൂവൊക്കെ കഴിഞ്ഞ് സീനായിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് പയ്യെ ഇവിടെ അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യാം അല്ലേ? ഗായ്സ്, അപ്പൊ നമ്മുടെ പൂക്കളും കാര്യങ്ങളും എല്ലാം ഇറുത്ത് കഴിഞ്ഞത്. നമ്മുടെ പൂക്കൾ ഇതാണ് കേട്ടോ. നമ്മൾ 6 കൂട്ടം പൂക്കൾ സെറ്റാക്കിയിട്ടുണ്ട്. വെയിലൊക്കെ വന്നു തുടങ്ങി. അമ്മൂസ് ഇത് നൈസായിട്ട് പൂക്കളത്തിന്റെ ഡിസൈൻ ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൗണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി ഡിസൈനാണ് ഗൈസ് ഞങ്ങളിവിടെ സെറ്റ് ആക്കിയേക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇനി പൂ സെറ്റ് ആക്കണം. ആദ്യം വെള്ളം വേണം, ആ വാടാമുല്ലയും വേണം. അപ്പോൾ ഗായ്സ് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ വെറൈറ്റി ഡിസൈനിലാണ് നമ്മൾ പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലേ അമ്മു? അതെ, വേറെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ അടിച്ചേനെ. അപ്പോൾ ഇത് നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ് ഗൈസ്. അപ്പോൾ അത്ര സമയം നിങ്ങൾ വെറുതെ ബോറടിക്കണ്ട. നിങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് പോവാ. അപ്പോൾ അതുവരേക്കും നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടും റീൽസും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അതെ സാർ, നമ്മളിപ്പോൾ നിൽക്കുന്ന നട്ട്മെഗ് വില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തൈക്കാട്ടുശ്ശേരി തന്നെയുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി ഒരു ഹോമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു വീടാണ്. ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഫാമിലീസിൻ്റെ റീയൂണിയൻ, ഗെറ്റ് ടുഗെദർ, അതേപോലുള്ള ഫംഗ്ഷന് പറ്റിയൊരു സ്പോട്ടാണ്. 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ബാലുക്കൂട്ടം ഉണ്ട് കേട്ടോ. ബാലുവിനെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ തുടങ്ങാൻ പോവാണ്. അതെ, അവിടെ ചെറുക്കൻ പ്രിപ്പറേഷൻസും കാര്യങ്ങളും തുടങ്ങി ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുവാണ് അല്ലേ നമുക്ക്? അപ്പോൾ ഗായ്സ് നല്ല കിടിലം ഫോട്ടോഷൂട്ടാണ് ഇത്. അപ്പോൾ നമ്മുടെ സുട്ടുമണീനെ നമ്മൾ റെഡിയാക്കുവാണ് കേട്ടോ. അമ്മയും അമ്മയും കൂടി സുട്ടുമണീനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ സുട്ടു മുണ്ടൊക്കെ എടുത്തു. ഇതെന്തു ഇങ്ങനെ ഊന്ന് വെച്ചോണ്ടിരിക്കണവൻ. എടാ ശുമാണി, ഒച്ചോ പാലൊക്കെ കുടിച്ച് ഉറക്കമാണോ വാവച്ചി? പാലൊക്കെ കുടിച്ച് ഉറക്കമാണോ? ഉറക്കമാണോ? പിന്നെ പൊന്നാരി തക്കുടുമുത്തേ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാ നീ? കിടന്നോ കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫോട്ടോഷൂട്ട്? എങ്ങനെയുണ്ടായിരുന്നു? നമ്മളോട് നിങ്ങളല്ല ചോദിക്കേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു കേസ്? നിങ്ങൾ കമന്റിലൊന്ന് പറയട്ടെ എങ്ങനെയുണ്ടായിരുന്നു. ഇതിന്റെ ഫോട്ടോസും റീൽസും എല്ലാം നമ്മൾ ഇടുന്നുണ്ട്. ഷോർട്സിലും അതെ, എല്ലാ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് അല്ലേ? അപ്പോൾ അതെ, നമ്മുടെ അത്തക്കളമൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ. അത്തക്കളം കാണിച്ചിട്ടാവേ. ഞങ്ങളാ ആഭ്യന്തര കലാപം പോലെ ഞങ്ങളിവിടെ ഹെവി ഫൈറ്റിംഗ് ആയിരുന്നു. അമ്മൂസ് എന്നെ ഫയർ ചെയ്തു, എന്നെ ഓടിച്ചിട്ടൊക്കെ ഇടിക്കുമായിരുന്നു ഇവിടെ.
പൂതെറ്റിച്ചെന്നും പറഞ്ഞു. ഇതാണ് നമ്മുടെ കലാവിരുത് കേട്ടോ. ഏകദേശം 2 മണിക്കൂറുകളും എടുത്തു കേട്ടോ ഞങ്ങൾ ഇതിടാനായിട്ട്. ഞങ്ങൾ അത്രയ്ക്ക് അതിൻ്റെ ഇടക്ക് സുട്ടുമണി എണീറ്റ് ബഹളം തുടങ്ങി. അപ്പോൾ ഇനി എന്താ, ഇത് നമുക്ക് കുളിക്കണം, ഓണസദ്യ ഒരുക്കണം. അപ്പൊ വൺ പരിപാടിയാണ് ഗൈസ്. അപ്പൊ നേരെ നമുക്ക് കുളിച്ചിട്ട് വരാം. അതെ, നമുക്ക് പപ്പയില്ല, പപ്പ തിരുപ്പതി കോട്ടം പോയി. അതുകൊണ്ട് പപ്പ മാത്രമില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ നേരെ നമുക്ക് കുളിച്ചിട്ട് വരാം. അപ്പൊ ഗായ്സ് ഉദ്ദേശിച്ച പോലെ പരിപാടികളൊന്നും നടന്നില്ല കേട്ടോ. വെയില് വന്ന് മൂടി നമ്മുടെ അത്തക്കളൊക്കെ വാടാൻ തുടങ്ങി. സുട്ടുമണിയായിട്ട് ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് 2 റീലൊക്കെ കളിക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ വെയിലായ കാരണം നമ്മൾ നൈസായിട്ട് മാറ്റി വെച്ചു. കാരണം അവൻ കുഞ്ഞല്ലേ, അവന് പറ്റത്തില്ല വെയിലും കാര്യങ്ങളൊന്നും. അപ്പൊ അതേ അകത്ത് അമ്മൂസ് സദ്യ വിളമ്പുന്നതിന്റെ തിരക്കാണ് കേട്ടോ. അടുക്കളയിലെ കറികളും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ സുട്ടുമണി ആസ് യൂഷ്വൽ അവൻ കരച്ചിലും ബഹളവുമാണ്. അപ്പൊ നേരെ നമുക്ക് നേരെ സദ്യ കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഓണം വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു പരിപാടിയായിരുന്നു. നമ്മൾ വല്ലാണ്ട് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് സുട്ടുമണി ഉള്ള കാരണമാണ് നമ്മൾ ഇത്രക്കൊരു ആഘോഷങ്ങളൊക്കെ നടത്തിയത്. എന്നാലും ഒരു കുഞ്ഞു സന്തോഷം. അപ്പോൾ അത് നിങ്ങളും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ.